ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാലോ, ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലാണുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും നട അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണ് തൊഴുന്നത്. രാവിലെയാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം രാവിലെയാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പം നമ്മളവിടെ കുറേ നേരമൊക്കെ തൊഴുതൊക്കെ നിന്നു, വെളിയിലൊക്കെ തൊഴുതടിച്ച് വന്നു. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരമാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോഷയാത്രയും ഒക്കെ. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ദേവേനെ കൃഷ്ണനാട്ടൊക്കെ ഒരുക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയായിരുന്നു. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ കൃഷ്ണന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ പ്രായത്തിലുള്ള ഇഷ്ടം പോലെ കൃഷ്ണന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ അവരുടെ പുറകെ ദേവ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. തൊട്ടോ ഡാൻസ് കളിച്ചോ? ഇവിടെ ഡാൻസ് കളിക്കാൻ വന്ന കുട്ടികളാണ്. അവരുടെ രൂപവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആദ്യം തോന്നി. പിന്നെ അവൾ ഓടി വരികയായിരുന്നു. അങ്ങനെ എല്ലാ കൃഷ്ണന്മാരുമായിട്ടും ഇടിയും തല്ലും ഒക്കെ ഉണ്ടാക്കി ദേവ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ രാധയുടെ കയ്യിൽ 2 പുല്ലാങ്കുഴലുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പുല്ലാങ്കുഴൽ മേടിച്ച് ഇല്ലാത്ത കണ്ണന്മാർക്ക് കൊണ്ട് കൊടുക്കലായിരുന്നു ദേവയുടെ പരിപാടി. അടിക്കില്ല അവസാനം ഞങ്ങൾ അവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഘോഷയാത്രയുടെ കൂടെ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.